ഞാൻ ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ. സിനിമ ഈ സ്ട്രഗിളിന്റെ എപ്പോഴും നമ്മൾ ഈ കാസ്റ്റിംഗ് കൗച്ചിങ് അടക്കമുള്ള പ്രശ്നങ്ങൾ ഒരുപാട് തവണ നമ്മൾ കേട്ടിട്ടുണ്ട്. അതൊക്കെ ഇവിടെ പറയുന്നത് അതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ. അത്തരം രീതിയിലുള്ള ചോദ്യങ്ങൾ പലരിടത്തും വന്നിട്ടുണ്ടോ? അതിലിപ്പോഴും ഇത്തരം കാര്യങ്ങളൊക്കെ സിനിമയിൽ നിലനിൽക്കുന്നുണ്ട്. കാസ്റ്റിംഗ് കൗച്ച് ഉണ്ട്. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ. ഞാൻ ഇതിനെ പറ്റിയിട്ട് വേറെ എവിടെയും തുറന്ന് സംസാരിച്ചിട്ടില്ല. എങ്കിൽ ആ വിഷയം ചർച്ച ചെയ്യാം. ചർച്ച വേണ്ട, ചർച്ച വേണം. ഒരു ചില്ലിട്ട റൂമായിരുന്നു. ഞാൻ അതിൻ്റെ ഉള്ള ഓഡിഷൻ ചെയ്യാ. പറഞ്ഞോളൂ, ധൈര്യത്തിൽ പറഞ്ഞോളൂ. ഒരു അരമണിക്കൂറോളം ഇയാൾ എന്നെ ഓഡിഷൻ ചെയ്യിക്കുന്നുണ്ട്. ഒരു കാര്യം പറഞ്ഞേക്കാം, നടന്മാരെ പണി ചെയ്താൽ മതി, തിരക്കഥയിൽ കൈയിടണ്ട. ഞാൻ റൂമിൽ പോയിട്ട് ഹെയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇയാൾ പെട്ടെന്ന് എന്നെ വന്ന് ബാക്കിൽ നിന്ന് പിടിച്ചു. അപ്പൊ അയാൾ പിടിച്ചപ്പോ എനിക്കിങ്ങനെ വരയ്ക്കാൻ തുടങ്ങി. ഞാൻ ഒരു കൈ കൊണ്ട് ആളെ തട്ടി മാറ്റാൻ നോക്കുന്നുണ്ട്, എനിക്ക് പറ്റുന്നില്ല. എന്തായാലും എന്റെ രാവൻകുട്ടി നീ ഇത്ര ചെറ്റയായി പോയല്ലോ. എന്റെ പൊന്ന് സാർ, നീ മിണ്ടരുത്. മാളവിക ഇപ്പൊ ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ മാളവികനെ അടുത്തത് ആൾക്കാർ കാണാൻ പോകുന്നത് മഞ്ജു വാര്യരുടെ മോളായിട്ടായിരിക്കും. ഈ കലവറ നമുക്കൊരു മണിയറിയാക്കാം. മാളവിക ഒന്നും അറിയണ്ട, അമ്മ അനിയത്തിയും പുറത്തിരുന്നോട്ടെ, ഒരു 10 മിനിറ്റ് മാളവിക ഒന്ന് ഇവിടെ നിന്നാ മതി എന്ന് പറഞ്ഞു. നീ അങ്ങനെ പറഞ്ഞോടാ. അപ്പോ ഞാൻ കരയാൻ തുടങ്ങി, വരയ്ക്കാൻ തുടങ്ങി, എന്താ ചെയ്യണ്ടേന്ന് അറിയണില്ല. ഞാൻ ഒന്നും നോക്കാതെ ആ ഗ്ലാസ് വിൻഡോ തുറന്ന് പുറത്തോട്ട് ഞാൻ കരഞ്ഞു ഓടിയിട്ടുണ്ട്. ഞാൻ അത് ഇത്ര കഷ്ടായി പോയിട്ടോ. ഓൻ എത്ര വിഷമം ഉണ്ടാവൂലേ. ഇവനൊക്കെ എന്ത് ചെയ്യണമെന്നറിയാവോ? വീട്ടിൽ വെച്ച് കൊല്ലണം. മാത്തച്ഛൻ എന്ത് പറയുന്നു? പച്ച മലയാളത്തിൽ പറഞ്ഞാൽ എന്റെ കൂടെ കിടന്നാൽ നിനക്ക് സിനിമയിൽ അവസരം തരാം ഒരുപാട് പേര് എന്ന് പറയുന്ന ആൾക്കാര് അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ എന്ന് പറയുന്ന പ്രൊഡ്യൂസേഴ്സും എന്ന് പറയുന്ന സംവിധായകരും നമ്മളെയാണല്ലോ മച്ചമ്പി എന്ന് പറയുന്ന നടന്മാരും നമുക്കിടയിൽ ഉള്ളപ്പം എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. WCC പോലത്തെ സംഘടനകളുടെ ഇമ്പോർട്ടൻസും സിനിമയിൽ ശരിക്കും അപ്പൊ കൂടുന്നില്ലേ? എനിക്ക് മുമ്പ് സംസാരിച്ച മഹത് വ്യക്തിയുടെ അഭിപ്രായങ്ങളോട് 100% ഞാൻ യോജിക്കുന്നു.